പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം മാതാവിൻ്റെ മധ്യസ്ഥയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ ഒരമ്മയെപ്പോലെ മാതൃപരമായ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മുടെ അമ്മ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്നേഹം അനുഭവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ എല്ലാ അനുഗ്രഹവും സമർത്ഥമായി നമുക്ക് വാങ്ങിച്ചു തരും. തന്നോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മാതൃപരമായ കരുതലോടെ നമ്മുടെ അമ്മ വലയം ചെയ്യുന്നു. അമ്മ ജ്ഞാനത്താൽ നമ്മെ പ്രകാശിപ്പിക്കും. അവളുടെ സ്നേഹത്താൽ അമ്മ നമ്മെ ആശ്വസിപ്പിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്നതിൻ്റെ ഒരു മാതൃകയായി നമ്മുടെ അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ കന്യാമറിയത്തെ മാതൃകയായി തന്നതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഓർക്ക പ്രിയമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ സഹായിച്ചു. അമ്മയോട് ആരും ആവശ്യപ്പെട്ടില്ല, അറിഞ്ഞു കേട്ട് അമ്മ ചെന്ന് അവരെ സഹായിച്ച പോലെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെയും നമ്മുടെ കുടുംബത്തെയും സഹായിക്കുവാൻ അമ്മ കടന്നു വരട്ടെ. ഒന്നോട് ഓർത്തെ പ്രിയമുള്ളവരെ, പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ചു. അവരെപ്പോഴും സഹായിക്കുകയും ചെയ്തു, പിന്തുണയ്ക്കുകയും ചെയ്തു. അതുപോലെ നമ്മുടെ അമ്മ ഇന്ന് നമ്മെ ചേർത്ത് പിടിക്കാനുള്ള ഒരനുഭവം നമുക്ക് കിട്ടട്ടെ. പ്രത്യേകിച്ച് അത് പറയാൻ കാര്യം എന്താണെന്നറിയുമോ? ഇന്ന് 3-ാം വെള്ളിയാണ്. പരിശുദ്ധ കന്യാമറിയത്തിന് മാറ്റിവെക്കപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഗാകുൽത്തായ്ക്ക് വരണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ വിദൂരത്തിലോ ഒക്കെ ആണെങ്കിൽ ഓൺലൈനിലൂടെ നിങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ദൈവം അവസരം തരും കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് ഗാകുൽത്തായ്ക്ക് വരികയാണെങ്കിൽ അച്ഛൻ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് ഇഷ്ടമുള്ള മുല്ലപ്പൂവൊക്കെ നിങ്ങൾക്ക് തരാം. മുല്ലപ്പൂ കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് പ്രാർത്ഥിക്കാം. ഏതായാലും അച്ഛൻ ഇന്ന് ആശംസിക്കുക, എല്ലാവർക്കും പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അനുഭവിക്കുവാൻ എല്ലാവർക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 3-ാം വെള്ളി ഓർത്ത് നന്ദി പറയുക. ഈശോയെ, അമ്മയുടെ മാധ്യസ്ഥയിൽ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിക്കുവാനും സ്വർഗത്തിൻ്റെ അനുഗ്രഹം അമ്മയുടെ പ്രാർത്ഥനയോട് ഞങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കുമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.